മലപ്പുറത്തിന്റെ ഉള്ളടക്കം അത് തന്നെയാണ്. അവിടുത്തെ ഒരു വർഗീയമാണ്. അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു ശാക്തീകരണം വരുന്നതായിട്ടുള്ള മേഖലയാണ്. വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. കോഴിക്കോട്ട് ഈ പുതിയ കോലാഹലവും സാന്നിധ്യവും ഒക്കെ വരുന്നത് എന്താ? ആരെ പിൻബലത്തിലാണ്? ആരാണ് അവർക്ക് വെള്ളവും വളവുമെല്ലാം നൽകുന്നത്? കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ഈ മാവോയിസ്റ്റിന്റെ ശക്തി. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പുരോഗമനപരമായ നിലപാടുകൾക്കെതിരായി, വികസനത്തിനെതിരായി മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ഈ സമരം, ആ സമരത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ്